ഹലോടി മോളെ, സ്കൂളൊക്കെ പൂട്ടിയില്ലേ? വിഷുക്കല്ലേ, ലീവല്ലേ? നീ വാ വീട്ടിലേക്ക്. അതിനാ അമ്മ പറയാ ഞാൻ വിരുന്ന് പോകണം, അപ്പം വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന്. ഓഹോ, അത് കൊള്ളാലോ സ്ത്രീയുടെ സ്വഭാവം. അപ്പം നിനക്ക് പറയാനാവില്ലേ, സ്കൂൾ പൂട്ടിനാണ് കുട്ടികളെ ഒത്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാൻ അറിയില്ലേ? നിന്റെ വായിലെന്തേ നാവില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു അമ്മ. ശരി അമ്മ, വെച്ചോ, ദേ ഇവിടുത്തെ അമ്മ വരുന്നുണ്ട്. എന്തൊരു തള്ളണത്, എൻ്റെ മോളെ ഒന്ന് വിടുക പോലും ചെയ്യുന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക്. അമ്മേ, എന്തേ? സ്കൂൾ പൂട്ടല്ലേ, ഞാനും മക്കളും വീട്ടിലോട്ട് പോയി കുറച്ച് ദിവസം ഇരുന്നിട്ട് വരട്ടെ. അല്ല, നീ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവില്ലേ? എനിക്കാണെങ്കിൽ കൈയിനും കാലിനും ഒക്കെ വയ്യായികയാണ്. ഇടുപ്പാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ അമ്മ ഞാൻ പോണ്ടേ? പോണ്ട, പിന്നെ ഒരിക്കൽ പോയിക്കോ കേട്ടോ. ശരി അമ്മ, എന്നാ വേണമെങ്കിൽ നീ കുട്ടികളെ പറഞ്ഞയച്ചോ. ഓ പിന്നെ എൻ്റെ മോളിന് അവളുടെ അമ്മായിമ്മ പറഞ്ഞയക്കുന്നില്ല, അപ്പം പിന്നെ ഞാൻ നിന്നെ പറഞ്ഞയക്കില്ലടി. അല്ല പിന്നെ എന്താ ഒറ്റക്ക് നിന്ന് പിറുപിറുക്കുന്ന നീ? നിങ്ങളുടെ മരുമോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിച്ചു വീട്ടിലേക്ക് പോട്ടെ, ലീവല്ലേന്ന്. എന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞില്ലേ നീ? ഓ പിന്നെ വേറെ പണിയില്ല പോയിക്കോളാൻ പറയാൻ. പിന്നെ ഇവിടെയുള്ള പണികളൊക്കെ നിങ്ങൾ വന്ന് ചെയ്യോ? എന്തേ, നിങ്ങൾ ചെയ്യോ? എടി എടി കള്ളപ്പെറുക്കി, നിന്റെ വായുണ്ടല്ലോ ഞാൻ ആരാടി നിന്റെ ഭർത്താവ്. എന്നിട്ട് എങ്ങനെയാടി നീ എന്നോട് പെരുമാറുന്നത്, സംസാരിക്കുന്നത് ഇങ്ങനെയാണോ എന്നോട്? നീ ഇങ്ങനെയാണോടി നീ എന്നോട് സംസാരിക്കുക? അല്ല ചേട്ടാ, അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ. ഓ, മരുമോള് വന്ന് ചോദിച്ചതാണ് അവളുടെ വീട്ടിലോട്ട് പോട്ടേന്ന്. അതൊന്ന് ഞാൻ ചോദിച്ചപ്പോ അവളുടെ വായ എന്താ? ഞാൻ നിന്റെ എന്താ അടിമയാണോ? മര്യാദക്ക് നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നീ നിന്റെ തൊള്ള തുറന്നാ മതി. മരുമോളുടെ മുന്നിൽ നീ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മിണ്ടാതെ നിൽക്കുന്നത് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ നിന്നെ തരം താഴ്ത്തണ്ടെന്ന് വെച്ചിട്ടാണ്, മനസ്സിലായോ? നീ വിചാരിച്ചിട്ടുണ്ടാവും മരുമോളെ ചീത്ത പറയുമ്പോൾ അവളുടെ കൂടെ ഞാനും നിന്നെ പേടിക്കുന്നുണ്ടെന്ന്. ആ വിചാരം വേണ്ട, മോന്തക്ക് അടി കിട്ടും നിനക്ക്. എന്താടി നിനക്ക് അവളെ വിട്ടാല്? ഓ എന്തേ വിടുമ്പോഴേക്കും ഇപ്പൊ എന്താണ്? അല്ല ഏട്ടാ, അവളെ പോയി ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? എന്തേ നിനക്ക് ചെയ്യാനുള്ളതല്ലുള്ളൂ? അവള് നോക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങളാണ്. അവള് വീട്ടിലോട്ട് പോയി അവരും അങ്ങോട്ടേക്ക് പോകും. നീ നോക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ കാര്യമാണ്, മനസ്സിലായോ? അതായത് എന്റെ കാര്യം നോക്കാൻ എന്താ നിനക്ക് പറ്റില്ലേ? എങ്കിൽ പെട്ടിയും കിടക്കി എടുത്തിട്ട് നീ നിന്റെ വീട്ടിൽ പോയിക്കോ. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എടി 10-25 വർഷമായിട്ട് നിന്നെ ഞാൻ കാണുന്നതല്ലേ, നീ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നൊരു കാര്യം, മരുമോളെ വിളിച്ചിട്ട് പറയാ നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് 1 മാസം നിന്നിട്ട് വന്നാ മതി എന്ന് പറയണം നീ, മനസ്സിലായോ? അത് പറ്റില്ല, നമ്മുടെ മോള് വരുന്നില്ല. അവളുടെ അമ്മായിയമ്മ എങ്ങോട്ടൊക്കെയോ പോകുകയാണ് ടൂർ, അതുകൊണ്ട് അമ്മായിമ്മ വന്നിട്ട് മോളോട് വന്നാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് അവള് പോകുന്നതും നിന്റെ മോള് വരുന്നതും തമ്മിൽ എന്താടി ബന്ധമുള്ളത്? അതിനെന്താന്ന് വെച്ചാൽ നമ്മുടെ മോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അവളും അങ്ങോട്ടേക്കും പോണ്ട. നിന്റെ ഈ ദുഷിച്ച മനസ്സുണ്ടല്ലോ, നിർത്താൻ അറിയാണ്ടല്ല. ഒന്നില്ലെങ്കിൽ നീ നമ്മുടെ മരുമോളെ അവളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നീ പോയിക്കോ വീട്ടിലേക്ക്, നിന്റെ വീട്ടിലേക്ക് പെട്ടിയും കിടക്കി എടുത്തിട്ട്. എന്തായാലും നീ ഇവിടെ എന്നെയൊന്നും നോക്കണില്ല, എന്നെയും മക്കളിനെയൊന്നും നീ നോക്കുന്നില്ല. എല്ലാം മരുമോൾ തന്നെയാണ് ചെയ്യുന്നത്. അടിച്ചു വാരുക, തുടയ്ക്കുക, തിരുമ്പുക, ഭക്ഷണം ഉണ്ടാക്കുക, വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവളല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നീ എന്തിനാ? നീ പോയിക്കോ. ഏത് വേണം തീരുമാനിച്ചു ഇപ്പൊ പറയണം. പറയാൻ അവള് പോട്ടെ, മര്യാദക്ക് പറയും. മരുമോള് പോട്ടെ, മരുമോളും കുട്ടികളും കുറച്ച് ദിവസം പോയി അവിടെ നിൽക്കട്ടെ. അങ്ങനെ വേണം. ഓ നിന്റെ മോള് വരുന്നില്ല അതുകൊണ്ട് മരുമോള് പോണ്ട. അത് എവിടത്തെ ന്യായമാണാവോ? അതൊക്കെ പണ്ട് നിന്റെ അമ്മായിമ്മന്റെ കാലത്ത്. എൻ്റെ അമ്മ നിന്നോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നീയും ചെയ്യണ്ട അങ്ങനെ, മനസ്സിലായോടി? മനസ്സിലായി. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പിന്നെ പുച്ഛാണല്ലോ നിനക്ക്. എങ്കിൽ മരുമോളെ വിളിച്ചിട്ട് പറയും മോളെ പോയിരുന്നോ കുറച്ച് ദിവസം. എടി പൊടിയെന്നൊന്നുമില്ല, മോളേന്ന് വിളിച്ചിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ. നിന്റെ ഓന്റെ മുഖം ഒന്ന് ചിരിച്ചിട്ട് അവളോട് പറയും, വിളിക്ക അവളെ. മോളെ എന്താ അമ്മ എന്നെ വിളിച്ചത്? ഒന്നുമില്ല മോളെ, നീ അപ്പോഴേ എന്നോട് വീട്ടിലോട്ട് പോട്ടെ കുറച്ച് ദിവസം ഇരിക്കാനെന്ന് പറഞ്ഞില്ലേ?
ഞാൻ ആലോചിച്ചു ആ മോള് പോയിക്കോട്ടെ, കുറെ ദിവസമായില്ലേ, സ്കൂൾ പൂട്ടിയാലല്ലേ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് മോളിന്ന് പോയിക്കോ കേട്ടോ, വൈകുന്നേരം കുട്ടികളെയും കൂട്ടിയിട്ട് പോയിക്കോ. ആ അമ്മ ശരി. എങ്കിൽ മോള് പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ, അച്ഛൻ കൊണ്ടാക്കി തരാം. ആ ശരി അച്ഛാ. കണ്ടില്ലേ, നീ പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് വന്ന സന്തോഷം. നിങ്ങൾ കാരണം ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. എടി, നിന്റെ പോലത്തെ സ്വഭാവമാണ് എൻ്റേതും കൂടിയെങ്കിലേ ഇവിടെ വരുന്ന മരുമക്കളുടെ ജീവിതം നരകമായിരിക്കും. ഒന്നില്ലെങ്കിൽ അമ്മായി അപ്പൻ നന്നാവണം, അല്ലെങ്കിൽ അമ്മായി അമ്മ നന്നാവണം. രണ്ടാളും ഒരേ മാതിരിയായി നടക്കില്ല. അതുകൊണ്ടാണ് നീ ദുഷിച്ചതായപ്പോൾ ഞാൻ നല്ലതായത്. നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, വന്ന് കയറുന്ന മരുമക്കളെ നിലത്തിരുത്തിയിട്ട് അവരുടെ തലയിൽ കയറി നിരങ്ങാന്ന്. വന്ന് കയറുന്ന മരുമക്കളും മനുഷ്യരാണ്. നീ ഒരു മോളെ കെട്ടിച്ചു വിട്ടിട്ടില്ലേ, അവള് സന്തോഷമായിരിക്കുമ്പോൾ നിനക്കൊരു സന്തോഷം കിട്ടുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന മരുമക്കൾക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, അവർക്കും സന്തോഷം എന്ന് പറയണതില്ലേ, അവരും അനുഭവിക്കേണ്ടാണ്. അല്ലാതെ നിന്റെ മോൾക്ക് നിനക്കും പാടെ ദൈവം തീരെഴുതി തന്നതൊന്നുമല്ല ഈ സന്തോഷവും സമാധാനവും. ലോകത്തുള്ള എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണത് കേട്ടോ. കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.